നരേന്ദ്രമോദി ഒരു പുതിയ നയവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ് കോവിഡിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത്. മാക്സിമം പരമാവധി ഇന്ധന ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അല്പം ഗൗരവമുള്ളതായിട്ട് കാണണമെന്ന് തോന്നിക്കാൻ കാരണം 24 മണിക്കൂറിനിടെ അദ്ദേഹം 2 പ്രാവശ്യം ഇതേ കാര്യം ആവർത്തിച്ചു. അതായത് ഒന്ന് ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ വർക്ക് ഫ്രം ഹോമിലേക്കും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. ആദ്യ ദിവസം അത് ഞായറാഴ്ച അത്തരം ഒരു നിർദ്ദേശം നൽകി ജനങ്ങളിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതിൽ ജനങ്ങളുടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് അതുണ്ടായത്. എന്നാൽ തിങ്കളാഴ്ച അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങൾ ഇതേ കാര്യം ആവർത്തിക്കുന്നതിന്റെ കൂടെ തന്നെ സ്കൂളുകളും കഴിയുമെങ്കിൽ ഓൺലൈനിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കാര്യം അല്പം കൂടി ഗൗരവമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ശരിക്കും ഹോർമൂസ് കടലിടുക്കിൽ ബ്ലോക്ക് ആയിട്ട് ഏതാണ്ട് 3 മാസത്തോളമാണ് അല്ലേ? അതെ. അതായത് ഫെബ്രുവരിയിലാണ് ഇത് തുടങ്ങുന്നത്. ഫെബ്രുവരി 28-നാണെന്ന് തോന്നുന്നു ഹോർമൂസ് കടലിൽ ഈ യുദ്ധം തുടങ്ങുന്നത്. ഇദ്ദേഹത്തെ കൊല്ലുന്നതൊക്കെ അന്നാ മറ്റേ ഖൊമൈനിയെ ആ വധിക്കുന്ന സമയത്ത് ആ സമയമാണ്. അതിനുശേഷമാണ് ഈ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി യുദ്ധം കനക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ആകുന്നത്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ആയതോടെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാത്ത ഒരു അവസ്ഥ വന്നു. ഈ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അത് ബാധിച്ചത് പാകിസ്ഥാന്, നേപ്പാൾ, ബംഗ്ലാദേശ്, അതുപോലെ ചൈന തുടങ്ങിയ രാജ്യങ്ങളെയാണ്. ഇന്ത്യ ഇത് ആദ്യം അത്ര കണ്ട് ബാധിച്ചില്ല. അതിന് കാരണം ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വരുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ കടലിടുക്കിലൂടെ നമുക്ക് ഇന്ധനം കൊണ്ടുപോകാൻ തടസ്സമില്ലായിരുന്നു. അങ്ങനെ 2 വിഷയങ്ങളുണ്ട്. പക്ഷെ പിന്നീട് ഹോർമൂസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കുകയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ കടത്തിവിടാതെ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. നമുക്കിവിടെ ആകെ വില കൂടിയത് പാചകവാതകത്തിനും അതും വ്യാപാര സിലിണ്ടറിനും. പിന്നെ ഈ സിലിണ്ടറുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണവും വന്നു. ചില പെട്രോളിയം കമ്പനികൾ മാത്രം പ്രീമിയം പെട്രോളിന് 6 രൂപ വരെ വർദ്ധിപ്പിച്ചു. പക്ഷേ ഇത് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാത്തതുകൊണ്ട് താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിലാണ് ഈ വില വർദ്ധിപ്പിക്കാതെ നിന്നത്. ഈ യുദ്ധം ഇപ്പൊ തീരും എന്നൊരു പ്രതീതി. അതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്രയും പ്രതിസന്ധികൾ വന്ന സമയത്ത് അമേരിക്ക ഉൾപ്പെടെ മറ്റെല്ലായിടങ്ങളിലും ഇന്ധനവില വർധനവ് സംഭവിച്ചപ്പോഴും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് 2-3 കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാം. ഒന്ന്, ഇന്ത്യയോട് ഇറാൻ ഒരു ശത്രുതാ മനോഭാവം കാണിക്കില്ലെന്നും ഹോർമൂസിലൂടെ ഇന്ത്യക്ക് സുഗമമായിട്ട് എണ്ണ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ഒന്ന്. 2, റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയുടെ ആ ഒരു ഉപരോധം, റഷ്യക്ക് ഏർപ്പെടുത്തിയിരുന്ന ആ ഉപരോധത്തിൽ ഇന്ത്യക്ക് കുറേ ഇളവ് കൊടുത്തു. ഇന്ത്യക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു ഇളവ് കൊടുത്തു. മാത്രമല്ല ഇന്ത്യയിൽ ആഭ്യന്തര ഉൽപ്പാദനം ഒരു ഇത്ര ശതമാനം ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ട്. പിന്നെ പോരാ ഇന്ത്യയുടെ കയ്യിൽ ഇതിൻ്റെ ശേഖരമുണ്ട്, ഈ എണ്ണയുടെ ശേഖരമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് ഉടനെ ഈ യുദ്ധം അങ്ങ് അവസാനിക്കും. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് മാറ്റമില്ലാതെ തുടങ്ങി വെച്ച ട്രംപിന് പോലും യുദ്ധം എന്ന് അവസാനിക്കുന്ന ഇത് ഇടയ്ക്ക് ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്നതായിട്ട് പറയും. അപ്പോൾ ഡോളറിൻ്റെ വില ഇടിയും, ബാരൽ വില ഇടിയും. വീണ്ടും പെട്ടെന്ന് തന്നെ അത് വന്ന ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇത് കൂടുന്നതായിട്ട് പറയും. അപ്പോൾ വീണ്ടും ഈ വില കൂടും. അങ്ങനെ ഇപ്പം ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ പതുക്കെ തെറ്റാൻ തുടങ്ങി. അപ്പം ആദ്യം നമ്മൾ പാചകവാതകത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആദ്യം ഒരു അനാവശ്യ തിരക്കും മറ്റു കാര്യവും ബഹളമൊക്കെയാണ്. ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഈ സംഭവം കിട്ടുന്നുണ്ട്. വിലയും കൂടിയിട്ടില്ല. വില അതിനകത്ത് ഈ തവണ കഴിഞ്ഞ ദിവസം വില ഗാർഹിക സിലിണ്ടറിനെ കൂടാതിരുന്നിട്ടുള്ളൂ. പക്ഷേ പുതിയ റിപ്പോർട്ട് പ്രകാരം 50 രൂപ വരെ പരമാവധി കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊരു കൂടിയ വിലയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗാർഹിക സിലിണ്ടർ 1000-ന് മേൽ വില നേരത്തെ വന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? നേരത്തെ 1000-ന് മുകളിൽ സിലിണ്ടറിന് വില 2-3 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. വീണ്ടും അത് കുറഞ്ഞ് 900 സംതിങ്ങിലേക്ക് വന്നു. 900-ന് പുറകെ പോയി 865-ലേക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ഇന്ത്യക്ക് ഇത് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. മാത്രമല്ല 30,000 കോടി രൂപ പ്രതിമാസ നഷ്ടമാണ് എണ്ണ കമ്പനികൾക്ക് ഇത് പറയുന്നത്. പക്ഷെ അപ്പോൾ വേറൊരു ചോദ്യം വരുന്നുണ്ട്. നമുക്ക് ഈ എണ്ണ 105 രൂപയ്ക്ക്, അതായത് 106 രൂപ, കേരളത്തിലെ വില കൂട്ടണ്ട, കേരളത്തിന് പുറത്ത് 101 രൂപ ആണ് പെട്രോളിൻ്റെ വില. ഈ 101 രൂപയ്ക്ക് ഈ വിലയ്ക്ക് ഈ പെട്രോളും ഡീസലും തരുന്ന സമയത്ത് ഈ 70 രൂപ
68 രൂപ 70 രൂപയേ ഉള്ളൂ ബാരലിന്. ഡോളർ $60 $70 ബാരൽ വിലയുള്ളൂ. അപ്പോഴും ഇതേ വിലയാണ്. ഇപ്പോൾ ശരിക്കും $100 മേളിൽ വന്നിട്ടുള്ളൂ. 118 വന്നെങ്കിലും തിരിച്ചത് വീണ്ടും 105 106 വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ വില കൂടിയ സമയത്ത്, കുറഞ്ഞ സമയത്ത് നമ്മുടെ ഈ റേറ്റ് മേടിച്ച ആൾക്കാർക്ക് ഇത്ര റേറ്റ് മേടിച്ചു, അപ്പോൾ കൂടിയ സമയത്ത് ഇത്ര ഇതിനകത്ത് അങ്ങ് സഹിച്ചുകൂടെ? അത് കൊള്ളലാഭം എടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ ആ കൊള്ളലാഭം ഒഴിവാക്കി കൂടെ എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. എന്തായാലും മോദി ഒരു വളരെ വിഷനുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹം വെറുതെ അങ്ങനെ ഒരു കാര്യം. പക്ഷേ അതിനിടയിലും ഒരു കാര്യം നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അത്തരം ഒരു പ്രഖ്യാപനം നടത്തി തൊട്ട് പിന്നാലെ ഗുജറാത്തിൽ ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി. റോഡ് ഷോ എന്നതിനെ സംബന്ധിച്ച് അത് ഒരു എന്താണ് ആ ഒരു പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനം എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വശത്തിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അതിലൊരു മേന്മയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അദ്ദേഹം തന്നെ അതായത് മാതൃക കാണിക്കേണ്ട ആള് തന്നെ അതിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത് ഗുജറാത്തിൽ അദ്ദേഹം റോഡ് ഷോ നടത്തിയത് ഈ സോമനാഥ ടെമ്പിളിലേക്കാണ്. ടെമ്പിൾ പുനർനിർമ്മിച്ചിട്ട് 75 വർഷം പൂർത്തിയാണ്. ഈ ഗുജറാത്തിലെ സോമനാഥ ടെമ്പിളിന് ഒരു വലിയ ചരിത്രമുണ്ട്. അറിയാം? ചരിത്രം പഠിച്ചാണ്. മുഹമ്മദ് ഗസ്നി എന്ന് കേട്ടു. മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന അഫ്ഗാൻ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം വളരെ ക്രൂരനായ ഭരണാധികാരി. അപ്പം ആ അഫ്ഗാൻ ഭരണാധികാരികളായിട്ടുള്ള ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്താൻ ശ്രമിച്ചിട്ടുള്ള മുഹമ്മദ് ഗസ്നി അടക്കമുള്ള മഹമ്മൂദ് ഗസ്നി 27 തവണയാണ് ഈ ക്ഷേത്രം ആക്രമിച്ചത്. ഈ ഗുജറാത്തിലെ ഈ ക്ഷേത്രം ഇതിനകത്ത് വളരെ അന്നത്തെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഈ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് ഇവർ നശിപ്പിച്ചു. 27 തവണയായിട്ട് ഇത് നശിപ്പിച്ചിട്ട് ഇതിനകത്തു നിന്നുള്ള എല്ലാ സാധനങ്ങളും ഇവർ കൊള്ളയടിച്ചു. പിന്നെ ഓരോ തവണയും ആക്രമിക്കുക, ഇത് നശിപ്പിക്കുക, അങ്ങനെ നശിപ്പിച്ച് ഇത് കല്ലിന്മേൽ കല്ലാക്കി മാറ്റിയ ഒരു ക്ഷേത്രമാണ് ഈ സോമനാഥ. വളരെ പഴയ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ആ ക്ഷേത്രമാണ് 1948 പുനർനിർമ്മിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അതായത് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെയാണ് ഇത്. അപ്പം ഡോക്ടർ രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു ഇത് തുറന്നു കൊടുക്കുന്നത് ഭക്തർക്ക്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള രാധാകൃഷ്ണൻ. അപ്പം എന്താണെങ്കിലും അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ആരുടെ കയ്യിലോട്ടായി? അത് BJP അതിന് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ തുടങ്ങി. ഗുജറാത്തുകാരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു വികാരപരമായ ഒരു സ്ഥലമാണ് ഈ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം അതിനകത്ത് അവിടെ റോഡ് ഷോ നടത്തിയത്. അത് മറ്റൊന്നിനും വേണ്ടി രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയ നേട്ടമാണ്. അതാണ്. അപ്പോൾ ഇത്തരമൊരു നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മറന്നിട്ടാണ് കേരളത്തിലെ ആളുകൾ പ്രവർത്തിക്കാറുള്ളത്. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ഒഴിവാക്കാമായിരുന്ന ഒരു വസ്തുതയായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്ത്യക്ക് അതിനകത്തൊരു ചരിത്ര പശ്ചാത്തലവും ചരിത്ര പ്രാധാന്യവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 75 വർഷമാകുമ്പോൾ ആഘോഷം നമ്മൾ ഈ ഒരു നിയന്ത്രണങ്ങളുടെ പേരിൽ വേണ്ടാന്ന് വെക്കേണ്ട എന്നുള്ളതാണ്. ഇനി 75 വർഷം വരത്തില്ലല്ലോ, ഇനി 76ാമത്തെ വർഷമല്ലേ. അത്തരം ഒരു ആഘോഷത്തിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നല്ലോ. അല്ല, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന ഒരു ആഘോഷമാണ്. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മളിപ്പോൾ ഇത് പറയുമല്ലോ, സ്വാതന്ത്ര്യ അമൃത് ഭാരത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അത് മാറ്റിവെക്കാതെ ആ ഒരു നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്താണെങ്കിലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ഇപ്പം സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനാണ് പറഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ നമ്മളെ സ്വർണം വിവാഹം പോലും ഇന്ന് പലരും ഇന്നത്തെ യുവതലമുറ പോലും സ്വർണത്തോടുള്ള പഴയ ഭ്രമം ഒഴിവാക്കി കല്യാണം ഒക്കെ നടത്തുന്നത്. അപ്പം നമുക്ക് ഒരു പരിധിവരെ ഈ സ്വർണം, അദ്ദേഹം പറഞ്ഞാൽ ഈ സ്വർണത്തിന്റെ കാര്യത്തിലുള്ള അത്തരം ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് വ്യക്തികൾക്ക് കഴിയാം. പക്ഷേ അത് ബാധിക്കുക സ്വർണ്ണക്കടക്കാരെ ബാധിക്കും, അതിലൂടെ ജീവിക്കുന്ന സാധാരണ ജീവനക്കാരെ ബാധിക്കാം. അപ്പോൾ ഒരുപാട് പേരെ അത് ബാധിക്കാൻ പോകുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മണി, ഇന്ത്യയുടെ വിദേശ നിക്ഷേപം, വിദേശ ധാന്യ ശേഖരമാണ്, കരുതൽ ശേഖരം. അപ്പോൾ നമ്മൾ ഈ സ്വർണം വാങ്ങാന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം ഒഴുകുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക, യുദ്ധം കാരണം ഇങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒരു താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ലക്ഷ്യം. ഇന്ത്യയുടെ കയ്യിലുള്ള വിദേശ നാണ്യം മറ്റു രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കുക. കാരണം ഡോളറെല്ലാം വില ഇടിഞ്ഞിരിക്കും. ഇപ്പം പൗണ്ടാണെങ്കിലും പൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 130 രൂപ. ഒരു പൗണ്ട്
UK പൗണ്ട് ഉണ്ടല്ലോ, പൗണ്ട് ഒരു UK പൗണ്ടിന് 130 രൂപ ആണ്. ഇന്ത്യയുടെ ഒരു UK പൗണ്ട് ഇടുക ഇന്ത്യയുടെ 130 രൂപ കൊടുക്കണം. ഡോളറും അതുപോലെ തന്നെ അതിൻ്റെ 100-ന് അടുത്തെങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അതിൻ്റെ വിനിമയ നിരക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വിദേശ നാണ്യം നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വർണത്തിൻ്റെ ഈ ഉപയോഗം കുറയ്ക്കുന്ന, സ്വർണ്ണം ഇറക്കുമതി കുറയുമല്ലോ. അപ്പോഴും അതിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം അതിനകത്ത് ഉണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും വരും. മാത്രമല്ല അത് ശരിക്കും അത് സ്വർണ്ണക്കടക്കാരോട് ചോദിച്ചാൽ അതിൻ്റെ കൃത്യം ഇത് അറിയത്തുള്ളൂ. ഇത് ഈ നമ്മുടെ ആ സാമ്പത്തിക സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇത് ഉപകരിക്കുമെന്നുള്ള കണക്കൂട്ടലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് പിന്നെ അതിലൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പെട്രോളിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഈ ജസ്റ്റ് മുമ്പ് പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് പഠിക്കുക, വർക്ക് ഫ്രം ഹോം നടത്തുക. വർക്ക് ഫ്രം ജോലി സംബന്ധമായി നോക്കുന്നവരെ സംബന്ധിച്ച് വർക്ക് ഫ്രം ഹോം പ്രയോജനപ്രദമാണ്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠിക്കുക എന്നുള്ളത് ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യം. കോവിഡ് കാലത്ത് നമുക്കറിയാം, പരീക്ഷ പോലും അന്ന് നടത്തിയിട്ടില്ല. CBSE പരീക്ഷ പോലും നടത്താണ്. മാത്രമല്ല അദ്ദേഹം കോവിഡിന് സമാനമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കോവിഡ് എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അത്തരമൊരു കോവിഡ് അല്ല, അന്ന് നമ്മൾ കാട്ടിക്കൂട്ടിയ വിക്രിയകളാണ് ഭീകരമായി പോയത് ശരിക്കും പറഞ്ഞാൽ. അത് കോവിഡ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അത് അന്ന് ട്രംപ് പറഞ്ഞായിരുന്നു കറക്റ്റ്. ഇത് വന്നാലും മരിക്കും, വന്നില്ലേലും മരിക്കും. അതുകൊണ്ട് ഇവിടെ ആർക്കും നിയന്ത്രണമില്ല, തുറന്നിട്ടു. മരിക്കാനുള്ള ഇത്ര ലക്ഷം പേര് മരിക്കുമെന്ന് ട്രംപിന് അറിയായിരുന്നു. ആ പറഞ്ഞ അത്രയും ആൾക്കാരെ അവിടെ മരിച്ചുള്ളൂ. കാരണം ഇത് അതിജീവിക്കാൻ കഴിയാത്ത ആൾക്കാർ കുറച്ചെന്തായാലും ഉണ്ടാവും. ഇങ്ങനെ ഒരു പകർച്ചവ്യാധി അത് നൂറ്റാണ്ടിലൊരിക്കൽ പൊട്ടിപ്പുറപ്പെടുന്നതാണ്. അത് പ്രകൃതി തന്നെയാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത്. കാരണം ഭൂമുഖത്ത് മനുഷ്യൻ്റെ മറ്റു ജീവികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പ്രകൃതി തന്നെ ഒരു മാർഗം കൊണ്ടുവരും. അങ്ങനെയുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഇന്ധന ഉപഭോഗം കുറയ്ക്കണം. ഇന്ധന ഇപ്പം തന്നെ ഇനിയിപ്പം നേപ്പാളിലൊക്കെ ഒരു ദിവസം റേഷൻ പോലാണ് ഇന്ധനം കൊടുക്കുന്നത്. ഞാനത് ഇപ്പോഴും മാത്രമല്ല, പണ്ടും ഇത് അവിടുത്തെ അവസ്ഥ ഇതാ. നേപ്പാളിൽ മാത്രമല്ല ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ ഇല്ല ഈ സാധനം. പാകിസ്ഥാനിലൊക്കെ 1 ലിറ്റർ പെട്രോളിന് 1000 രൂപയ്ക്ക് അടുത്താണ് വില വരുന്നത്. എന്താണ് ഇന്ത്യ പോലൊരു രാജ്യം, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടൊരു രാജ്യം, മാത്രമല്ല ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം, അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ഇത്രയും വാഹനങ്ങളുള്ള രാജ്യത്ത് ബദൽ മാർഗത്തിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ബദൽ മാർഗത്തിലേക്ക് പോകുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അതായത് ബാറ്ററി, അതുപോലെ CNG അങ്ങനെയുള്ള സാധനങ്ങളിലേക്കാണല്ലോ പോകുന്നത്. അതിനകത്ത് അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല, ഇതുപോലൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം ബാറ്ററി വാഹനങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, നമുക്ക് പക്ഷേ ഒന്നൊഴിവാക്കി മറ്റൊന്ന് എന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ട് മാറാൻ കഴിയില്ല. അതൊരു കൃത്യമായ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതേ ഇതിനകത്ത് പ്രായോഗികമായിട്ട് നടക്കുകയുള്ളൂ. അത് പറയുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ നാട്ടിൽ ഈ പവർ കട്ട് വരുമ്പം ഇപ്പം ഈ വൈദ്യുതി ഉപഭോഗം വരുമ്പം ഒരുപാട് വീടുകളിൽ സോളാർ വെച്ചിട്ടുണ്ട്. ഈ സോളാർ വെച്ചുകൊണ്ട് അത്രയും വൈദ്യുതി അതാത് വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാങ്ങുന്ന വൈദ്യുതിയിൽ ഇത്രയും വൈദ്യുതി കുറച്ചേ നമ്മളിവിടെ ചെലവാക്കും. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന എന്നാൽ നമുക്ക് ഈ സോളാർ വെച്ച് എല്ലാ കാലം കഴിയാൻ നടക്കുന്ന കാര്യവും അല്ല. സോളാർ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വൈദ്യുതി വാഹനങ്ങൾ വന്നതോടെ എല്ലാ വീടുകളിലും സോളാർ വേണം. ആ രീതിയിലേക്ക് പോവാണ്. കാരണം നമ്മുടെ സാധാരണ വൈദ്യുതി വെച്ച് ഈ വാഹനങ്ങൾ ചാർജ് ചെയ്ത് വലിയ വലിയ വണ്ടികൾക്കൊക്കെ നല്ല ചാർജ് തന്നെ വേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും നല്ല പ്രകാശമൊക്കെ കിട്ടുന്ന നമുക്കൊരു ബദൽ സംവിധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വേറെ മറ്റ് ചിലവുകളൊന്നും വരുന്നില്ലല്ലോ. അതും പാരമ്പര്യേതര ഊർജ്ജം തന്നെയാണ്. വിൻഡും സൺലൈറ്റും എല്ലാം പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറയുന്ന സാധനമാണ്. എന്താണെങ്കിലും മോദിയുടെ ആ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. നല്ലത് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ലെങ്കിലും അതിനുള്ള മറ്റു കുറച്ച് പോരായ്മകളുണ്ട്. എങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താനേ നിലവിൽ സാധിക്കുന്നുള്ളതാണ് വിലയിരുത്തുന്നത്.